ഭയമുള്ളവർ കാണരുത്. കണ്ടോ, ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രേതം ബാധിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവരെ കണ്ടോ അപ്പൊ അവരെ തട്ടിക്കിടന്ന് എനിക്ക് എന്നോട് കൊല്ലും തോന്നുന്നുണ്ട്. ഭയങ്കര കനത്ത സാധനമാണ്. ഓ, എന്റെ അമ്മ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്റെ അമ്മ ഇവിടെ എടുത്ത് എറിയുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് നഹി, ഒറിജിനൽ प्योर 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 है. അദ്ദേഹം കാണിയുണ്ട്. കേരളക്ക് ബേഹത്ത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഒറിജിനൽ. ഇത് കണ്ടോ, ഇത് ഹേരിയുടെ ഇത് കണ്ടോ, മുടിയൊക്കെ കണ്ടോ. അപ്പൊ അങ്ങനെ നോർത്ത് ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ഓരോ ദിവസവും നമ്മൾ അതിശയപ്പെട്ടു ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങളുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ കേരളത്തെ പോലെയോ അല്ലെങ്കിൽ തമിഴ്നാടിനെ പോലെയോ ഉള്ള ലഘുവായിട്ടുള്ള വിശ്വാസമല്ല, ഭയങ്കര തീവ്രമായിട്ടുള്ള ഞെട്ടിപ്പോകുന്ന ചോര ചീന്തുന്ന വിശ്വാസമാണ്. അത് തമാശകളൊന്നും പറ്റത്തില്ല. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകർ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതേ കണ്ടല്ലോ, മണികർണിക മുക്തിധാം എന്ന് പറഞ്ഞാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഇവിടെയാണ് ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം ഇരിക്കുന്നത്. നമ്മളൊക്കെ സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേര് കാണും കേട്ടേ. ഒരുപാട് പൈസ ചിലവാക്കാൻ, സന്തോഷിക്കാൻ, അടിച്ചാർമാദിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷെ മരിക്കുമ്പോൾ ശൂന്യമായിട്ട് വെറും കൈയോടെ പോകുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആ ശവത്തിന് കൂട്ടായിട്ടിരിക്കുന്ന ഒരു മഹാത്മാവിനെയാണ് പ്രേക്ഷകർ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരാൾ മാത്രമേ ഉള്ളൂ ആ വിജനമായിട്ടുള്ള ശ്മശാന ഭൂമിയിൽ. ഒരാൾ മാത്രം ആ ശവത്തോടൊപ്പം കത്തി എരിയുന്ന ആ നിമിഷം മുതൽ ഭസ്മമാകുന്ന നിമിഷം വരെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു അഘോരി സ്വാമിയാണ് കാണാൻ പോകുന്നത്. എന്തായാലും നല്ല ഹിന്ദിയാണ്. ഹിന്ദി അല്ല, ഇത് ഛത്തീസ്ഗഡ് ഭാഷയുണ്ട്. കുറച്ച് എനിക്ക് അത്ര പിടി കിട്ടത്തില്ല. എന്തായാലും ഇത് തർജ്ജമ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രമേശ് ഇവിടെ തന്നെ ഉണ്ട്. രമേശേ, ശരിക്കും പറഞ്ഞാലേ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം കണ്ടോ, ഒരു ശ്മശാനത്തിൽ നിൽക്കുന്ന നട്ടുച്ച സമയത്താണ്. അകത്ത് ഇങ്ങനെ ആത്മാക്കൾ ഇങ്ങനെ വിഹരിക്കുകയാണ്. ചെറുപ്പക്കാരനാണോ പ്രായമുള്ളവനോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ കണ്ട കാഴ്ച എന്ന് വെച്ചാലേ ഇവിടെ ഒരാൾ പോലും ഇല്ല. ഇപ്പൊ ഞാനും ഉണ്ട്, രമേശും ഉണ്ട്, ആ അഹോരി സന്യാസി മാത്രമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ചു നേരം നല്ല തിരക്കായിരുന്നു. ഒരു മനുഷ്യൻ പോലും അതിനകത്തില്ല അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഈ വിശ്വാസങ്ങളൊക്കെ ഭയങ്കര തീവ്രതയല്ലേ ഇവിടുത്തെ? ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ തമാശ കാണിക്കൊന്നും പറ്റത്തില്ല, തല കാണത്തില്ല അല്ലേ? ഭയങ്കര വിശ്വാസം അല്ലേ? നമ്മൾ എന്തെങ്കിലും അവരുടെ വിശ്വാസം എതിർക്കുകയാണെങ്കിൽ ഈ തല കാണത്തില്ല, മേളിൽ കാണത്തില്ല. അത്രയും ഭയങ്കര വിശ്വാസമാണ് ഈ നോർത്ത് ഇന്ത്യയിൽ. ശരിക്കും അനുഭവപ്പെടുന്നുണ്ടോ? ഓ പിന്നെ. അപ്പൊ എന്തായാലും അങ്ങനെ ഞെട്ടിക്കുന്ന കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. കണ്ടല്ലോ, ഇവിടെ ഈ വിശാലമായിട്ടുള്ള ഈ മരണഭൂമിയിൽ ഞാനും ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇനിയാണ് നിങ്ങളെ കാഴ്ച കാണാൻ പോകുന്നത്. കണ്ടോ രമേശേ, ഒരു ശവം കത്തിയിരുന്നുണ്ടോ? കുറച്ചു മുമ്പ് ഒരു ആർമാദിച്ച് അടിച്ചു പൊളിച്ച് കിടന്നവനാണ് കിടക്കുന്നത് അല്ലേ? എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഇത് ജീവിതത്തിൽ വലിയൊരു പാടോ? നമ്മളൊന്നുമല്ല, മനുഷ്യന്മാരൊന്നുമല്ല എന്നുള്ള ഒരു തെളിവാണ്. ഒന്നുമല്ല. അത് മാത്രമല്ല എനിക്ക് ഞെട്ടുള്ള കാര്യം, നമ്മൾ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരുപാട് പേര് കാണും. ഇപ്പൊ കിടക്കുന്നതിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഒരു പശുവാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്, 2 പശുക്കളുണ്ട്, പിന്നെ അപ്പുറത്തുള്ള ഒരു കറുത്ത രൂപം. വാദം പറ, ഞാൻ മാത്രം പറഞ്ഞു വാ കളിക്കുന്നത്. ശരിയാണോ പറയുന്നത്? ശരിയാണ്. വളരെ ശരിയാണ്. ഇതുവരെ പറഞ്ഞ വളരെ ശരിയാണല്ലേ? വളരെ ശരിയാണ്. അപ്പൊ എന്തായാലും ഇനി പ്രേക്ഷകരെ ഞാനിപ്പോ ഈ രമേശിനെ കൂട്ടിക്കൊണ്ട് വന്നത് കാണുമ്പോ തന്നെ നമുക്കൊരു പേടി. സത്യം പറയാൻ എനിക്കുണ്ടല്ലോ. ഇവിടെ അങ്ങോട്ടൊന്ന് കാണിച്ചു നോക്കി. ഈ കാണിക്കും പോവാ. ഇത് കാണിപ്പോ ആൾക്കാർ മുഴുവൻ ഞെട്ടാൻ പോവാ. കൂട്ടായിട്ടിരിക്കുന്ന സന്യാസിയെ കണ്ടോ? ഇതാണ് അഹോരി സന്യാസി. അദ്ദേഹത്തിന്റെ രൂപം തന്നെ കണ്ട പേടിക്കും. കറുപ്പ് വസ്ത്രമൊക്കെ ഇട്ട് അദ്ദേഹം തന്നെ പേടിപ്പെടുന്ന രൂപം അല്ലേ? അപ്പൊ നമ്മൾ ചെരുപ്പ് കൂരി കണ്ടോ. നിങ്ങൾ ആദ്യം ഈ ഭാവം ക്യാമറ വിശാലോട് കാണിച്ചു കൊടുക്കും. ഈ മരണഭൂമിയിൽ ഞാനും നമ്മുടെ സുഹൃത്ത് മാത്രമേ ഉള്ളൂ. കുറച്ച് പശുക്കളും മാത്രമുണ്ട്. പിന്നെ ഉള്ളത് ആ സന്യാസിയാണ്. വാ, എന്റെ കൂടെ ഇരിക്കണേ. എന്നെ വിട്ടു പോലെ പോണേ. നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഒന്നും അല്ലാത്ത അവസ്ഥയാകും. കാരണം നിന്റെ ഒരു ബലത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെരുപ്പിടാ അല്ലേ? ഇവിടെ മൊത്തത്തിൽ മണ്ണായോണ്ട് ചെരുപ്പിട്ട് തന്നെ പോവാം. ചെരുപ്പുണ്ട. അപ്പം അദ്ദേഹം ഇരിക്കുന്ന കണ്ടോ? കണ്ടോ? ഒന്നും അറിയാതെ പേടിയാവുന്നുണ്ട്. പേടിയാവുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാലേ നീ എത്ര ശവത്തെ കണ്ടു കാണും ഇവിടെ? നീ എത്ര ശവത്തെ കണ്ടു കാണും? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശവം കണ്ട ഒരാളാണ് ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പശുക്കളൊക്കെ ഓരോ ശവം കത്തി വരുമ്പോഴും ഓടി വരും. ആരാണ് മരിച്ചതെന്ന് അറിയാൻ വേണ്ടി ഓടി പാഞ്ഞു കൊടുത്തു അല്ലേ? അങ്ങനെ അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന അഹോരി സന്യാസിയാണ്. ഇത് കണ്ടോ, തുടക്കം മുതൽ ഈ ശവം കൊണ്ടുവന്ന നിമിഷം മുതൽ ഇതിന്റെ അവസാനം വരെ ഭസ്മം ആവുന്നവരെ അദ്ദേഹം കൂടെ ഉണ്ട്. ആണോ? തീർച്ചയായിട്ടും. ഇതിന്റെ ഭസ്മം വരെ എടുത്തിട്ട് അവർ പോകത്തുള്ളൂ. അപ്പൊ ഇനിയിപ്പോ എനിക്ക് തർജ്ജമ ചെയ്തായിരുന്നു അദ്ദേഹത്തെ. കണ്ടോ, നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. നല്ല കത്തിരി കേട്ടോ, കട്ട സാധനമാണ്. ഇത് ചെറുപ്പക്കാരനാണോ പിന്നെ വയസ്സനാണോ വണ്ടി ഇടിച്ച് മരിച്ചാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും അതിന്റെ അകത്ത് കിടക്കുന്ന ആ ബോഡി ഇങ്ങനെ കത്തി ഉരുകയാണ്. സാമുജി നമസ്കാർ. ഓക്കെ, ചപ്പൽ എടുത്ത് വെളിയിലിടാനാണ് പറഞ്ഞത്. മേർക്കോ മാഫ് കീജിയെ.
ദേശ് അപ്പം ഞാൻ പറയുന്ന അദ്ദേഹത്തിന് തർജ്ജമ ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്താണ് ഇങ്ങനെ इसको हिंदी नहीं आता है, ഹിന്ദി मैं नहीं थोड़ा आती है, इसको थोड़ा translate थोड़ा हिंदी आता है, मलयालम पूरा मलयालम मालूम. ओके तर्जुमा करता है. हाँ हाँ ओके ठीक है. ഓക്കെ സാമ്പി ഉടോ ഉടോ. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഞാൻ പേടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഇതിന്റെ आपको डर नहीं लगता है इससे पास? यहाँ शिव का वास है, शिव से किसको डर लगेगा? शमशान में जो मिले, शमशान में जो मिले उसको खाना पड़ता है. 4-5 ദിവസം അവർ പട്ടിണിക്ക് കിടക്കും. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ 5-ാമത്തെ ദിവസം ഈ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മാംസം എന്താണ് അവിടെ കിട്ടുന്നത് അത് എടുത്ത് കഴിക്കും. മനുഷ്യ മാംസം ഉണ്ടാവും. പിന്നെ അവർ കൊണ്ട് മനുഷ്യൻ കഴിക്കും അല്ലേ? പിന്നെ എൻ്റെ പൊന്നെ, എനിക്ക് അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു. എന്തായാലും ഇദ്ദേഹം ഇവിടെ ഇരിക്കാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ആ പരിശ്രമത്തിനുള്ള പരിസമാപ്തിയാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ശക്തി കിട്ടണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ള അത്ഭുത ശക്തിയൊക്കെ പുറത്തേക്ക് വരുന്നത് അല്ലേ? പല പല രോഗങ്ങൾ മാറ്റും, ബാധയൊക്കെ മാറ്റും. അതെ, ബാധയൊക്കെ ഒഴിക്കും, എല്ലാം ഒഴിക്കും. അപ്പോൾ അത്രയും കഴിവുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇവർക്ക് ഒത്തിരി ശിഷ്യന്മാരുണ്ട്, ഒരുപാടാണ്. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലെ ഒറിജിനൽ അഹോരിയാണ്. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നഹി ഹൈ, ഒറിജിനൽ एकदम प्योर प्योर नहीं प्योर है. കണ്ടോ പ്യൂർ ഹേ. ഇത് അദ്ദേഹം കണ്ട് കാണിയുണ്ടോ? കേരളക്ക് ബേഹത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഹേ, ഇത് ഒറിജിനൽ. ഇത് കണ്ടോ ഇദ്ദേഹം ഹേരിയുടെ ഇത് കണ്ടോ, മുടിയൊക്കെ കണ്ടോ? ശരിക്കും ഇതൊക്കെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ജട കണ്ടോ, ജട. ഓ, ജടയൊക്കെ ഒത്തിരി സാധനം നമ്മുടെ നാട്ടിലൊക്കെ തിരുപ്പം വെക്കും കേട്ടോ. ഇത് തിരുപ്പനൊന്നുമല്ല, ഒറിജിനൽ സാധനമാണ്. ഒറിജിനൽ ഇത്രയും നീളത്തിൽ കിടക്കണ്ടോ. ഇപ്പൊ എത്ര വർഷത്തെ ഒരു പ്രയത്നമായിരിക്കും. കിത്തേ സാൽക്കെ 18 साल 28 साल. എത്ര വർഷം? 18 വർഷത്തെ. എൻ്റെ അമ്മോ. അത് മാത്രമല്ല, ഇത് കണ്ടോ ഇദ്ദേഹത്തിന്റെ ഇത് ഈ കുത്തിയേക്കുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴും വേദനിക്കുന്ന സാധനമാണ്, ചെവിയിലുള്ള സാധനം. ഇതൊക്കെ ശരീരം മുഴുവൻ നോവിക്കുന്ന പണിയാണ് ചെയ്തേക്കുന്നത്. ऊर्जा के लिए, ऊर्जा को जागृत करने के लिए जगह जगह ये जो किया है, जो നെഞ്ചത്ത് പച്ച അപ്പോ ഓക്കെ. ഓ പിക്ചർ കാളി, കാളിയുടെ പിക്ചർ കണ്ടോ? ഈ കാളിയുടെ ഒറിജിനൽ പിക്ചറാണിത്. काली है. ഓക്കെ, ദേഹം മുഴുവൻ കാളിയുടെ ഒക്കെ. मसान. ഓക്കെ मसान. ഓക്കെ. क्या पिक्चर है? ये है सैटन. സൈത്താൻ കണ്ടോ? ഇതെല്ലാം സാത്താന്റെ ബ്ലാക്ക് മാജിക്. ബ്ലാക്ക് മാജിക്. അപ്പോൾ എന്തായാലും ഈ അഹോരികളെ കാണാൻ സാധിക്കാത്തവർക്കൊരു സുവർണ അവസരമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അഹോരികൾ. പക്ഷേ ഇതാണ് ഒറിജിനൽ അഹോരി എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ശവത്തോടൊപ്പം ജീവിക്കുന്ന അവരുടെ ആ ഒരു സംഭവമാണ്. കാലിലൊക്കെ കണ്ടല്ലോ, കാലിലൊക്കെ പ്രത്യേകതരം ഒരു വളയൊക്കെ ആണ്. ഇതൊക്കെ അവരുടെ ശക്തി സ്രോതസ്സാണ്. അപ്പോൾ എന്തായാലും ഇനി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ആ ശക്തി ആവാഹിച്ച് കയറിയിട്ടുണ്ട്. കാരണം ഇത്രയും നേരം രാവിലെ മുതൽ ഇതിൻ്റെ മണമൊക്കെ പിടിച്ച് ഇതിൻ്റെ ശ്വാസമൊക്കെ അകത്തേക്ക് കയറ്റി അദ്ദേഹത്തിൽ ഒരു ശക്തി വന്നിട്ടുണ്ട്. ഇനിയാണ് അദ്ദേഹം ആ അത്ഭുതം കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏത് മനുഷ്യൻ്റെ ഏത് പ്രശ്നങ്ങളും നിസ്സാരമായിട്ട് മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ശക്തി ആവാഹിച്ച് നിൽക്കുന്ന അഹോരിയം കൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം നമ്മൾ അത്ഭുത കാഴ്ചയിലേക്കാണ് പോകുന്നത്. കുറച്ച് മുമ്പ് അദ്ദേഹം ആ ശവകുടീരത്തിലായിരുന്നു. അതിൻ്റെ ആ ഊർജ്ജമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹം ഇനി കാണിക്കാൻ പോകുന്ന അത്ഭുത കാഴ്ചകളാണ്. അപ്പൊ കയറി പേടിക്കണ്ട. നിങ്ങൾ പേടിച്ചിരിക്കുന്നേ? ഒരു പേടിയുണ്ടല്ലോ പദ്ധതിയില്. അല്ല, നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പൊ അദ്ദേഹം തലയോട്ടിക്കകത്താണ് ഇദ്ദേഹം മദ്യം ഒഴിക്കുന്നത് കേട്ടോ. നല്ല ഗംഭീര മദ്യമാണ് അത് ഒഴിക്കുന്നത്. പ്യുവർ തലയോട്ടിയാണ്. ഇനി എന്താ കാണിക്കാൻ പോകുന്ന അറിയത്തില്ല. ഞാനിങ്ങനെ വളരെ നിങ്ങൾക്ക് ശരിക്കും പേടിയുണ്ടോ? എനിക്ക് ചെറുതായിട്ട്. ഈ റൂമിൽ ഞാനും നോക്കി ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്നു. വല്ലാത്തൊരു പേടിപ്പെടുന്ന അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ. നമ്മളെ തല്ലി കൊന്നാൽ പോലും ചോദിക്കാൻ പോലും ഒരാളും ഇല്ല അല്ലേ? ഓക്കെ. എന്റെ ദൈവം, ഇത് കണ്ടോ നിമിഷ നേരം കൊണ്ട് ബദാം വന്നേക്കുന്നു. സൂപ്പർ, ഫാന്റാസ്റ്റിക്, അടിപൊളി കേട്ടോ. ഇതാണ് സംഭവം. അറിയാലോ, കുറച്ച് മുമ്പ് കണ്ട ആളെ അല്ല. അപ്പൊ അതിൽ നിന്ന് ഊർജ്ജം വന്നതിന് ശേഷം ബദാം കിട്ടിയേക്കുന്നത്. കമാ ഒന്ന് കഴിച്ചത്. എനിക്ക് പേടിയാ. കഴിച്ചോ? പേടിക്കുന്നതിന് ഇത് വിഷമൊന്നുമല്ല. കണ്ടോ, അദ്ദേഹം തന്ന ബദാം പരിപ്പ് കഴിച്ചു. ഇനി അദ്ദേഹം മദ്യം ഒഴിച്ചു, അതിനകത്ത് വെള്ളം ഒഴിച്ചു. ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. തലയോട്ടിയാണ്, ഞാൻ കഴിക്കില്ല. അല്ല, ഇത് ഞാൻ കഴിക്കത്തില്ല. എന്നാലും നോക്കാൻ എന്താ സംഭവം അറിയാലോ. ഒറിജിനൽ തലയോട്ടി തന്നെ കേട്ടോ. ഏതോ മനുഷ്യന്റെ കത്തി എറിഞ്ഞ തലയോട്ടിയുടെ ഭാഗമാണ് പുള്ളി കൊണ്ട് കഴിക്കാൻ വേണ്ടി പോയേക്കുന്നത്. മദ്യവും വെള്ളം കൂടെ ചേർത്താണ് ഇരിക്കുന്നത് അല്ലേ? ഇതൊക്കെ ആദ്യത്തെ അനുഭവം അല്ലേ? ചവത്കാരം എന്ന് പറഞ്ഞാല് മായാജാലം. ഓക്കെ. അപ്പൊ അദ്ദേഹം ആ ദൈവത്തിന് കൊടുത്തു, വെള്ളം കൊടുത്തു അല്ലേ? മദ്യം കൊടുത്തു. സോറി, വെള്ളമല്ല, മദ്യം കൊടുത്തു. ഇനി വീണ്ടും മദ്യം ഉപയോഗിക്കാന്ന്. ഒറിജിനൽ സാധനമാണ് കേട്ടോ. എനിക്കാണ് ഗൂസ് ബമ്പ് വരുന്നടേ. അപ്പൊ എന്തായാലും നമ്മുടെ രമേശിന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കും അല്ലേ? എന്ന് ഓർക്കത്തക്ക രീതിയിൽ. ഇന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അയ്യോ, എനിക്ക് പേടിയായിരിക്കും മിക്കവാറും. ഫുള്ള് തലയോട്ടിയാണ് കേട്ടോ. തലയോട്ടി, ചെറിയ തലയോട്ടി,
എനിക്കിത് 15 വയസ്സുള്ള പയ്യന്റെ തലയോട്ടി തോന്നി, ചെറിയ തലയോട്ടി. അതെ അതെ. എന്താണെന്ന് അദ്ദേഹം ഇപ്പോഴും നമുക്ക് കൈ കാലിയാണ് കൈകാരിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കൈ ശ്രദ്ധിച്ചു കേട്ടോ, കയ്യിലാണ് കാരി ഇരിക്കുന്നത്. നേരത്തെ ബദാം വരുത്തിയ പോലെ എന്തൊക്കെയോ വരുത്താൻ പോവുകയാണ്. ഫുള്ള് ബ്ലാക്ക് മാജിക്കാണ്. ഇതാണ് ബ്ലാക്ക് മാജിക്. നമ്മൾ പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായിരിക്കും. നമ്മുടെ കണ്ടോ അദ്ദേഹം അത് കുടിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ മദ്യം കുടിക്കുകയാണെന്ന് തോന്നുന്നത്. തലയിലെ കുഴിയാണ് കുടിച്ചു ആ മദ്യം. തലയോട്ടിക്കകത്ത് മദ്യം കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ടോ തലയോട്ടിക്കകത്ത് മദ്യം അദ്ദേഹം കുടിച്ചു ഫുള്ളത്. ഭയങ്കരം സൂപ്പർ കമത്തി വെച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന അത്യന്തം ടെററായിട്ടുള്ള ചില കാഴ്ചകളാണ്. ഇവിടെ നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് ഇത്തരത്തോടുള്ള തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ സ്വാമിജി റെഡി ആയിരിക്കുവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രേതം ബാധിച്ച ഒരു സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിൻ്റെ ദേഹത്തുള്ള പ്രേതം പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ സ്വാമിജി റെഡി ആയിട്ടിരിക്കും. സ്വാമിജി ടേക്കേ സബ്ക ടേക്കേ ഒറിജിനൽ ഓക്കെ. അപ്പോൾ എന്തായാലും ആ ദേഹത്തുള്ള ഒരു സ്ത്രീയുടെ ദേഹത്തുള്ള ആത്മാവിനെ ഇറക്കുന്ന കാഴ്ചയാണ്. അപ്പം നമ്മൾ പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ ഭയമുള്ളവർ കാണരുത്. ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രേതം ബാധിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവരെ കണ്ടോ അപ്പൊ അവരെ അയ്യോ തട്ടിക്കിടന്ന് എനിക്ക് എന്നോട് കൊല്ലും തോന്നുന്നുണ്ട്. അവിടെ നിന്ന് സ്ഥലം പോലും ഇല്ലാത്ത അപ്പൊ ഈ മുറിയിലാണ് നാടകം അരങ്ങേറുന്നത്. എന്റെ ജീവൻ എന്ത് സംഭവിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചെറിയൊരു വര വരച്ചു കൊടുത്ത് അതിന്റെ അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ മുറിയിൽ നിന്ന് എന്ത് സംഭവിച്ചാലും രക്ഷപ്പെടാൻ പറ്റുന്നൊരു പിടിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല മൂർച്ചേറിയ ഒരു ആയുധമുണ്ട്. ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് ചാടിക്കോട്ടെ. മാറി നിൽക്കുവാണ്. ദൈവമേ എന്റെ ജീവൻ അവിടെ നിൽക്കാനാ പറഞ്ഞിരിക്കുന്നത്. എവിടുന്നാ വരുന്നെന്നാ പറയുന്നത് പ്രേതത്തോട്. ശബ്ദം മാറി കേട്ടോ. ആ പ്രേതത്തിന്റെ ആ രൂക്ഷതയുള്ള ശബ്ദത്തിലേക്ക് സംഭവം മാറിക്കഴിഞ്ഞിരിക്കുവാണ്. पेड़ के नीचे पेशाब कर तो पकड़ लेगा हैं? मेरे को अच्छी लगी तो जाएगा कि नहीं जाएगा ये बता। नहीं क्या चाहिए तेरे को वो बता। इसको लेके जाओ। कैसे ले जाएगा? मेरे से जीत जाएगा, मेरे से जीत जाएगा। പുറത്ത് പോകരുതെന്ന് പറഞ്ഞേക്കുന്ന കേട്ടോ. मेरे से जीतेगा बोल जाएगा कि नहीं जाएगा। ഭയങ്കര കനത്ത സാധനമാണ്. എന്റെ അമ്മ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അയ്യോ എന്റെ അമ്മ ഇവിടെ എടുത്ത് എറിയുന്നുണ്ട്. जाएगा कि नहीं जाएगा बोल जल्दी बोल। എന്ത് സംഭവം പിടിച്ചോണെങ്കിൽ ഒന്ന് പക്കടോ 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 ഏ ഹാത്ത് പക്കടോ എന്റെ പൊന്നോ പിടിച്ചു കേട്ടോ പിടിച്ചു. അപ്പൊ ഇത്രയും നേരം നമ്മള് വളരെ സമാധാനമായിട്ടിരുന്ന സാധനത്തിൽ കയറി പിടിച്ച് മുറുക്കിയെടുത്ത് തറ അടിച്ചു കളഞ്ഞു കേട്ടോ. സ്വാമി തറ അടിച്ചു കളഞ്ഞു. ഭീകരനാണ് ഭീകരൻ സ്വാമി, കൊടും ഭീകരനാണ്. എന്റെ അമ്മോ അടിച്ചു കേട്ടോ. എന്റെ പൊന്നെണ്ണ സമ്മതിച്ച സ്വാമി നല്ല അടിച്ച് പിമ്പിരിയാണ്. ഉള്ള സാമാനം മൊത്തം അടിച്ച് കയറ്റിയിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകയാണ്. കണ്ടോ അപ്പൊ സ്ത്രീയുടെ ഓക്കെ എല്ലാം പോയി. അപ്പൊ ഇനി ദേഹത്ത് കുറച്ച് വെള്ളമോട് തളിച്ചു കഴിഞ്ഞാൽ ആ പ്രേതം മൊത്തം പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ അവരുടെ ദേഹത്തുള്ള പ്രേതത്തെ സ്വാമി ഒരു നാരങ്ങ കൊണ്ട് മാറ്റിയിരിക്കുവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആശുപത്രികളുണ്ട്. ആലോചിച്ച് ഈ ആശുപത്രിയൊക്കെ വെറുതെ കെട്ടിപ്പൊക്കുകയാണ്. ഓക്കെ ഇത് പ്രേതമാണ്. അപ്പൊ ഈ നാരങ്ങയിലേക്ക് പ്രേത് അന്തർഹേ. ഓക്കെ അപ്പൊ ഇതേ ഈ സ്ത്രീയുടെ ശരീരത്തിലുള്ള ആ പ്രേത ഈ നീബൂക്ക് അന്തർഹേ. ഓക്കെ അപ്പൊ नॉर्मल बॉडी है ना, नो प्रॉब्लम। इसकी क्रिया होगी। क्रिया क्या क्या क्रिया? इसकी क्रिया है इसको पहले ओके 4 हिस्सों में कट करना पड़ेगा। कट टीम 4-5 कट करने के बाद इसमें അപ്പൊ ആ നാരങ്ങയിലേക്ക് नाम से प्रार्थना करना होता। അപ്പൊ ഇതിലേക്ക് സിന്ദൂരം പുരട്ടിയിട്ട് എന്തൊക്കെയോ ക്രിയ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. बाल काटो മുടി കെട്ടിയാൻ പോവാണ്. മുടി കെട്ടിയാൻ പോവാണ്. ആ സ്ത്രീയുടെ മുടി കെട്ടിയാൻ അപ്പൊ സ്ത്രീയുടെ മുടി കെട്ടിയാൻ പോവാണ്. അപ്പൊ അത് മുടി കെട്ടിയിട്ട് എന്തൊക്കെയോ സംഭവമാണ് കേട്ടോ. ഇതൊക്കെ ഇന്ന് പിള്ളേരൊക്കെ അറിയണം. ഈ വന്ന തലമുറയിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഇതൊക്കെ വെറുതെ പറയുന്നത് നല്ലത്. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണ്. ഈ ഇരുട്ട് മുറിയിലാണ് ഈ കോപ്പറങ്ങളെല്ലാം കാണിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ വന്ന കാലത്ത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ സ്ത്രീയുടെ തലമുടി എടുത്ത് ആ നാരങ്ങയിലെ കയറ്റിവിട്ട് എന്നിട്ട് കത്തിച്ച് പ്രേതത്തെ എടുത്ത് പോകുന്ന പറഞ്ഞു കണ്ടോ. അവരുടെ സ്ത്രീയുടെ കാലിൻ്റെ എവിടെയും വെക്കാൻ പോകണം. ആ കാലിലല്ല മൊത്തത്തിൽ ആവാഹിക്കും കേട്ടോ. ശരീരം മുഴുവൻ ആവാഹിച്ച് സ്ത്രീയുടെ ശരീരത്തിലുള്ള പ്രേതത്തെ പൂർണ്ണമായിട്ട് മാറ്റുകയാണ്.
ചേച്ചി ഇത് വടി പോലെ കിടക്കുകയാണ്, തടി പോലെ വന്ന ചേച്ചി വടി പോലെ കിടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും സ്വാമി നല്ല അടിച്ച് കോൺ തെറ്റി ഇരിക്കുവാണ്, അലമാരി ചാരി ഇരിക്കുവാണ്. ഇനി എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് വരണം. നമ്മൾ അയ്യോ, നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അയ്യേ എന്ന് പറയും, ഇവിടെയാണെങ്കിൽ അയ്യോ എന്ന് ചിന്തിക്കുന്ന വിശ്വാസമാണ് ഉള്ളത്. ഈ വിശ്വാസം നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. ശരി ഏത് തെറ്റേത് അത് പ്രേക്ഷകർ ചിന്തിക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തിരസ്കരിക്കാം. ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടുകിടുക്കൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും. അതുവരേക്കും ബൈ ബോലാന. സംജി ക്യാമറ ബൈ ബോലാന. ഓക്കെ, जय महाकाल, आदेश आदेश।